പെരുവെമ്പ് ശ്രീ തളി മഹാദേവ ക്ഷേത്രത്തിൽ ശൈവ വൈഷ്ണവ ശാക്തേയ മഹായാഗത്തിന് ഏപ്രിൽ 30-ന് തുടക്കമാവും. ഭൂമിശാസ്ത്ര പ്രത്യേകതയുള്ളതുകൊണ്ടാണ് യാഗത്തിന് പെരുവെമ്പ് തളിക്ഷേത്രം തിരഞ്ഞെടുത്തതെന്ന് യജ്ഞാചാര്യൻ മാടവമന വേണുനമ്പൂതിരി പറഞ്ഞു. ഭാരതത്തിൽ രണ്ടാമത്തെ ശൈവ വൈഷ്ണവ ശാക്തേയ യാഗമാണ് പെരുവെമ്പ് തളിക്ഷേത്രത്തിൽ നടക്കുന്നതെന്ന് മാടവമന വേണുനമ്പൂതിരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ ശൈവ വൈഷ്ണവ ശാക്തേയ മഹായാഗം ലോകത്ത് തന്നെ രണ്ടാമത്തെ യാഗമാണ് നടക്കുന്നത്. ഇതിനു മുൻപ് നടന്നത് 2008 മെയ് 1, 2, 3 തീയതികളിൽ ബോംബെയിലാണ്. അത് നടത്തിയത് എൻ്റെ ഗുരുനാഥനായ അടകത്ത് ശാസ്ത്രജ്ഞ നമ്പൂതിരിയാണ്. പിന്നീട് ഇപ്പോൾ നടത്തുന്നതാണ് പെരുവെമ്പ്. ഈ പെരുവെമ്പ് തിരഞ്ഞെടുക്കാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ 101 കുളം, 101 ക്ഷേത്രം, 101 കിണറുകൾ. അത് നമ്മുടെ കേരളത്തിൽ തന്നെ നല്ല ഒരുവിധം സ്ഥലങ്ങളിൽ അങ്ങനെ ഇല്ലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത്രയും ശ്രേഷ്ഠമായൊരു സ്ഥലമാണ് പെരുവെമ്പ്. പെരുവെമ്പ് തളി മഹാദേവ ക്ഷേത്രത്തിലാണ് ഒരു യാഗം നടത്തുന്നത്. ആ തളി മഹാദേവ ക്ഷേത്രം നമ്മുടെ പൂമുള്ളി ആറാന്തമ്പുരാൻ്റെ ഒരു കുടുംബമുണ്ട്, അവരുടെ ക്ഷേത്രമാണ്. അപ്പോൾ ആ പൂമുള്ളി വേനക്കാരുടെ അമ്പലമാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു 800-900 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. അവിടെ വെച്ചിട്ടാണ് ഈ യാഗം നടത്തുന്നത്. ഏപ്രിൽ 30-ാം തീയതി വൈകുന്നേരം ധ്വജാരോഹണത്തോടു കൂടിയിട്ട് ഈ ചടങ്ങുകൾ ആരംഭിക്കും. 1, 2, 3 തീയതികളിൽ ആദ്യത്തെ ദിവസം ശൈവം, രണ്ടാമത്തെ ദിവസം വൈഷ്ണവം, മൂന്നാമത്തെ ദിവസം ശാക്തേയം. ഇങ്ങനെയുള്ള 3 യാഗങ്ങൾ 3 ദിവസങ്ങളായി തീർത്ത് വൈകുന്നേരം 3-ാം തീയതി വൈകുന്നേരം ഉരുളി തർപ്പണത്തോടുകൂടി സമാപനമാണ്. ഏപ്രിൽ 30-ന് ദീപം തെളിയിക്കുന്നതോടെ ആരംഭിക്കുന്ന യാഗത്തിൽ പ്രഥമ ദിനത്തിൽ ശൈവരീതിയിലും, 2-ാം ദിനത്തിൽ വൈഷ്ണവ ആചാരപ്രകാരവും, 3-ാം ദിനത്തിൽ ശാക്തേയ വിധിപ്രകാരവും യാഗം നടക്കും. ആത്മീയ ഉണർവിനും സാമൂഹ്യ ഐക്യവും ലക്ഷ്യം വെച്ചാണ് യാഗം നടത്തുന്നത്. 3 ദിനങ്ങളിലും ആത്മീയ സാംസ്കാരിക പരിപാടികളും പ്രത്യേക വിശേഷാൽ പൂജകളും നടക്കുമെന്നും മാടവമന വേണുനമ്പൂതിരി പറഞ്ഞു. 101 കുളം, 101 ക്ഷേത്രം, 101 കിണർ എന്ന പ്രത്യേകതയുള്ളതുകൊണ്ടാണ് യാഗത്തിന് പെരുവെമ്പിനെ തിരഞ്ഞെടുത്തത്. കൺവീനർ ശ്യാം ചൈതന്യ, സെക്രട്ടറി ജയപ്രകാശ്, വൈസ് ചെയർമാൻ അച്യുതൻ നടുവത്ത്, രമേഷ് മച്ചാൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.